ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഒരുപാട് പ്രേക്ഷകർ കമന്റ്സിലൂടെ അറിയിച്ചൊരു കാര്യമാണ് ഈ 7 പേര്, അതായത് ആദിലേനെയും കൂടെ ചേർത്തിട്ടുള്ള 7 പേര്, ആദില, നൂറ, പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പ് 5, ഇവര് മാത്രമായിട്ട് മതിയായിരുന്നു ഈ ഒരാഴ്ച. അതായത് ഫിനാലെ വീക്ക് ഇവര് മാത്രം മതിയായിരുന്നു. റീ എൻട്രി ആയിട്ട് ആളുകളെ കൊണ്ടുവരണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ഇത് കമന്റ്സിലൊക്കെ പറയുന്നതായിട്ട് കണ്ടിരുന്നു. ഇങ്ങനെ സമാധാനത്തോടെ പോസിറ്റീവായിട്ട് ഈ ഒരാഴ്ചക്കാലം മുന്നോട്ട് പോയേനെ, തമാശയൊക്കെ പറഞ്ഞ് ചില്ലായിട്ട് ഈ ഒരാഴ്ച പോയേനെ എന്ന് ഒരുപാട് പ്രേക്ഷകർ പറയുന്നത് കേട്ടു. ഇതിനെ നമുക്ക് 2 രീതിയിൽ കണക്കാക്കാം. ആദ്യത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാറ്റേൺ ആണ്. എല്ലാ വർഷവും എക്സ് കണ്ടസ്റ്റൻസ് വരാറുണ്ട് ഫിനാലെ വീക്കിൽ. എക്സ് കണ്ടസ്റ്റൻസ് വരുമ്പോഴാണ് ഈ ഒരു ഷോ സത്യം പറഞ്ഞ ഒരു ഫുൾ സർക്കിൾ ആവുന്നത്. ആദ്യത്തെ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ പ്രശ്നങ്ങളും എല്ലാം കൂടി പറഞ്ഞ് സോൾവ് ആക്കാൻ വേണ്ടിയാണ് ആ ഒരു വീതി സാധാരണ കണ്ടസ്റ്റൻസ് ഉപയോഗപ്പെടുത്താറുള്ളത്, എക്സ് കണ്ടസ്റ്റൻസ്. പക്ഷെ ഇത്തവണ എന്ത് പറ്റി, എല്ലാവർക്കും ഒരു ഭയങ്കരമായ അസൂയ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഗെയിം കളിച്ച് ഓരോ പ്രതിസന്ധികളെയും അതിജീവിച്ച് വന്ന ഈ ഫൈനലിസ്റ്റുകളോട് അസൂയ ഉണ്ടായിരുന്നു. അപ്പൊ ആ അസൂയ പലരോടും പല മത്സരാർത്ഥികളും എക്സ് കണ്ടസ്റ്റൻസും പ്രകടിപ്പിച്ചു. അതിലെടുത്തു പറയേണ്ടത് അനുമോളോട് ഒരുപാട് പേര് മോശമായിട്ട് പെരുമാറി, അനീഷിന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയവരുണ്ട്, പിന്നെ ഷാനവാസിനെ മൈൻഡ് ചെയ്യാതെ പോയവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എക്സ് കണ്ടസ്റ്റൻസ് പെരുമാറിയത് ഭയങ്കര നെഗറ്റിവിറ്റി ആണ് ഉണ്ടാക്കിയത്. ഈ കഴിഞ്ഞ ആഴ്ച ഭയങ്കര നെഗറ്റീവായിട്ടാണ് മുന്നോട്ട് പോയതെന്ന് ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. എനിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ബിഗ് ബോസിന് ഈ രീതിയിൽ ചെയ്യാമായിരുന്നു. എന്ന് വെച്ചാൽ 7 പേരെ കയറ്റിവിടാമായിരുന്നു. ഏറ്റവും നന്നായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിവൈരാഗ്യം വെച്ച് പെരുമാറാത്ത 7 പേരെ കയറ്റിവിടാമായിരുന്നു. 7ന്റെ പണിയാണ്. അപ്പൊ 7 പേരെ കയറ്റിവിട്ടാൽ മതിയായിരുന്നു എന്നാണ് തോന്നുന്നത്. അല്ലാതെ എല്ലാവരെയും കയറ്റിവിട്ട് എന്നുവെച്ചാൽ അനാവശ്യമായ രീതിയിലുള്ള സംഭാഷണങ്ങളും വഴക്കുകളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോ അത് ഈ കണ്ടവരെയും വഴിയോടെ പോയവരെയും എല്ലാം വിളിച്ചുകൊണ്ട് വന്നത് കൊണ്ടാണ്. മുൻഷി രഞ്ജിത്തിനെയൊക്കെ എന്തിനു കൊണ്ടുവന്നു? പുള്ളിയൊന്നും വരേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. മത്സരാർത്ഥികളോട് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്നവർ മാത്രം വന്നാൽ മതിയായിരുന്നു. വ്യക്തിവൈരാഗ്യമുള്ള ആരും തന്നെ വരണ്ടായിരുന്നു. ശൈത്യമൊന്നും വരേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അന്ന് ഉണ്ടായിരുന്നപ്പോ ഉള്ളതിനേക്കാൾ നെഗറ്റീവാണ് ഇപ്പോ. അതുകൊണ്ട് ഇവരൊന്നും വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ പ്രേക്ഷകരോട് യോജിക്കുന്നു. പിന്നെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അക്ബറും പിന്നെ നമ്മുടെ അനീഷും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം. അക്ബർ പറയുന്നുണ്ട്, അനീഷേട്ടൻ ഇനി പുറത്തിറങ്ങിയിട്ട് എന്താണ് കല്യാണം കഴിക്കാനൊക്കെ വല്ല പ്ലാൻ ഉണ്ടോ? അപ്പൊ അനീഷ് പറഞ്ഞു, എനിക്ക് 39 വയസ്സായി, ഞാൻ ഇനി കല്യാണം കഴിക്കും എന്നുള്ള രീതിയിലാണ് അനീഷ് സംസാരിക്കുന്നത്. അപ്പോൾ ലോകത്തെവിടെയോ എന്നെ കാത്ത് ഒരു പെണ്ണ് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ അനീഷ് അങ്ങനെ ആ രീതിയിൽ ഒരു ഫിലോസഫി അടിക്കുന്നുണ്ട്. അനീഷിന്റെ സ്ഥിരം ഫിലോസഫിയാണ്. അപ്പൊ അക്ബർ പറയുന്നു, ലോകത്തെവിടെയെങ്കിലുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല സുഡാനിയോ വല്ലോ ആണോ എന്നുള്ള രീതിയിലൊക്കെ അക്ബർ ഒരു തമാശ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ലൈവിനകത്ത് നമ്മൾ ഒരുപാട് കണ്ടാൻ ഈ ഒരാഴ്ച. എക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും വന്ന് വെറുതെ അലമ്പാക്കുന്നതിന് പകരം. ഇതുകൊണ്ടാണ് ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ പറയുന്നത്. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.